ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായി എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഇത്തവണ UDF അനുകൂലമായിട്ടാണ് ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നത്. അത് ഭരണവിരുദ്ധ വികാരമെന്ന് പറയാനുണ്ടാകുന്ന ഘടകങ്ങൾ എത്ര അന്വേഷിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഭരണവിരുദ്ധ വികാരമായി എന്നെ വ്യാഖ്യാനിക്കണമെങ്കിൽ ഭരണത്തിലെ എന്തെങ്കിലും പോരായ്മ ഉണ്ടാകണം. ഒരു മന്ത്രിക്കെതിരെ പോലും കൃത്യമായ അഴിമതി ആരോപണമില്ല. ഒരു കാലത്തും നടന്നിട്ടില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു. ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത രൂപത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളടക്കം പ്രയാസങ്ങൾ മഹാമാരി അടക്കം ഉണ്ടായപ്പോൾ അതിനെ ഫലപ്രദമായി നേരിട്ടിരിക്കുന്നു. അപ്പോൾ എക്കാലത്തേക്കാളും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി നടത്തിയ ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്. 2 ഗവൺമെൻറ്റുകളും. അതുകൊണ്ട് ഒരു ഭരണവിരുദ്ധ വികാരത്തിനുള്ള ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ചിരിക്കുന്നില്ല, സംസാരിക്കുന്നില്ല എന്ന് പറയുന്നൊരു വികാരം ഉണ്ടാക്കേണ്ട കാര്യമല്ലല്ലോ. ഈ ഭരണവിരുദ്ധ വികാരം മുഖ്യമന്ത്രി ചിരിച്ചത് പോരാ, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നു. നിലപാടുകളുള്ള ആളുകൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്നിരിക്കും. തെറ്റായ ശരിയല്ലാത്ത വഴികൾ കാണുമ്പോൾ കയർത്തുന്നിരിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അതൊരു ഭരണവിരുദ്ധ വികാരത്തിന് വേണ്ടി ഉണ്ടാകേണ്ടുന്ന ഒരു ഘടകവും ഈ 10 വർഷത്തിനിടയിൽ ഒരു അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ഗവൺമെൻറ്റിൽ ഒരു അഴിമതി ആരോപണം രേഖാമൂലം ഉന്നയിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നത്? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തെരഞ്ഞെടുപ്പുകളിൽ ഒരു ഗവൺമെൻറ്റിനെ വിലയിരുത്തി വോട്ട് ചെയ്യുന്ന ശീലം മാറി വരുന്നു. ആ രീതികൾ മാറി വരുന്നു. മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ നിന്ന് വലിയ മാറ്റമുണ്ടാവുകയും ജനങ്ങളെ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് വൈകാരികമായി സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അവിടെ കൂടുതലായി ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ മതം ഉണ്ടാകാം, രാഷ്ട്രീയ ജാതി ചിന്തകളുണ്ടാകാം, പണത്തിൻ്റെ സ്വാധീനം ഉണ്ടാകാം, തെറ്റായ പ്രചരണങ്ങളുണ്ടാകാം, വികലമായ പ്രചരണങ്ങൾ. ഇപ്പോൾ ഞാൻ ഇവിടെ വലിയ വികസന മുരടിപ്പം തിരുവല്ലയിൽ എന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ 20 വർഷക്കാലം കേരളം ഉണ്ടായതിനു ശേഷം 57-ന് ശേഷം ഈ 10-70 വർഷത്തിലധികം 70ഓളം വർഷം, 70 അല്ലല്ലോ, 57-ന് ശേഷം 70 വർഷം, 20 കൊല്ലം നടന്ന വികസന പ്രവർത്തനം ബാക്കി 50 കൊല്ലത്തിൽ നടന്നിട്ടില്ല. എന്തായാലും വികസനം മുരടിപ്പെന്ന ഒരു പ്രചരണം. അപ്പോൾ പ്രചരണപരമായി പ്രത്യേകിച്ച് നവമാധ്യമങ്ങളുടെയും ഒക്കെയായി നടത്തിയ വലിയ തോതിലുള്ള തെറ്റായ പ്രചരണങ്ങൾ, അങ്ങനെയുള്ള ഘടകങ്ങൾ തെരഞ്ഞെടുപ്പിനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ ജനങ്ങൾ അധിവസിക്കുന്ന കേരളം പോലെയുള്ള നാട്ടിൽ വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ അപഗ്രഥിച്ച് വോട്ട് ചെയ്യുന്ന യഥാർത്ഥ ജനാധിപത്യ രീതിയിലേക്ക് നാം തിരികെ എത്തേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.